നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? കറന്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്നതാവാം. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു നിമിഷം നിങ്ങളുടെ ഈ ഒരു സ്ട്രഗിളിൽ നിങ്ങൾ ഒരു സക്സസ് ഉണ്ടാവണം എന്ന് നിങ്ങളുടെ പേഴ്സൺ അമിതമായി ആഗ്രഹിക്കുകയാണ്. യെസ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാടായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഫ്യൂച്ചറിൽ ഒന്നിച്ച് ചേരുമെന്നുള്ള അമിതമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഈ വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ആ സാഹചര്യത്തിനെ എല്ലാം അവർ വളരെ ശക്തമായിട്ട് തന്നെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ശക്തമായി തിരികെ വരാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഏതൊരു സമയത്തും അവർക്ക് ഈ ഒരു ചിന്തയാണുള്ളതെന്നാണ് കാണുന്നത്. മേ ബി ഇത് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് പോലും ആയിരിക്കാം പലർക്കും. എങ്കിൽ പോലും ഇപ്പോൾ അവരതെല്ലാം അവഗണിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, കാരണം അവർക്ക് ലൈഫിൽ ഓരോ ദിവസവും അവർക്കൊരു ബേർഡൻ പോലെ അല്ലെങ്കിൽ ഒരു ഒരു ശ്രമകരമായിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് ലൈഫിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒത്തിരി ജോലിഭാരമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഈ വ്യക്തി ഫോഴ്സ്ഫുള്ളി നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയതാണ്. പക്ഷെ ആ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം നൽകിയിരുന്ന കുറേ കാര്യങ്ങളാണ് അവർക്ക് നഷ്ടമായി പോയത് എന്ന് ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. യെസ്, റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എന്താണോ ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ കാണപ്പെട്ടിരുന്നത്, അതായത് നിങ്ങൾക്ക് തന്നെ ഒത്തിരി ഡൗട്ട്ഫുൾ ആയിരുന്നു ഈ വ്യക്തിക്ക് യഥാർത്ഥമായിട്ട് നിങ്ങളുടെ ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ, അവരൊരു മുഖം മൂടി അണിഞ്ഞാണോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുള്ളതെന്നും കാണുന്നുണ്ട്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ആ വ്യക്തി ആ ഒരു രീതിയിൽ നിങ്ങളിൽ നിന്നും അകന്നു മാറിയതെന്നാണ് കാണുന്നത്. യെസ്, ഇപ്പോൾ ആ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടു പോയി. അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്ത ഒരു കാര്യങ്ങളും അവർക്ക് അതിൻ്റെ ഒരു സക്സസും അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോവാണ്. ഓരോ മൊമെൻറ്റിലും, ലൈഫിലുള്ള ഓരോ മൊമെൻറ്റിലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിടയിലുള്ള എല്ലാ സിറ്റുവേഷൻസിലും ഇപ്പോൾ ഒരു സ്ലോയിങ് ഡൗൺ ആണ് കാണുന്നത്. അതായത് ഇഴഞ്ഞു നീങ്ങുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒത്തിരി നാളുകളായിട്ട് ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരണം, ഒന്നിച്ചു ചേരണം എന്ന് രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും ഈ വ്യക്തിയുടെ ലൈഫിലുള്ള അമിതമായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഒന്നിച്ചു ചേരുന്നതിൽ ഒത്തിരി കാലതാമസം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ റിലേഷൻഷിപ്പിലുള്ള എക്സ്പെക്റ്റേഷൻ പോലും ഇല്ലാണ്ടാവുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് ഏതൊരു സമയത്തും ഇതിനൊരു പോസിറ്റിവിറ്റി ഉണ്ടാവണം, ഇതിനൊരു സക്സസ് ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസകരമാണെന്നാണ് കാണുന്നത്. ഓക്കെ, ഒത്തിരി നാളുകളായിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫ് സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസിനും മാറ്റി നിർത്തി ആ വ്യക്തിയുടെ സന്തോഷങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. അവർക്ക് എന്താണോ ലൈഫിൽ സന്തോഷം നൽകിയിരുന്നത്, അവർക്ക് എന്താണോ ലൈഫിൽ ഇത്രയും പോസിറ്റീവ്നെസ് കൊടുത്തിരുന്നത്, ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരികെ പോകണം എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ഒഴിവാക്കി തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഒരു
ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിലുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതെല്ലാം എൻഡ് ആയി പോകുന്നു. അതിനെല്ലാം ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ. ആൻഡ് യെസ്, മേ ബി ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെ തന്നെ പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി അമിതമായിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലായിരിക്കാം. അതൊക്കെയാണ് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയ ഒരു റീസൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയി. ഓക്കെ. അപ്പോൾ അതിനെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എന്താണ് അകന്നു മാറി നിങ്ങളിലേക്ക് വരാനായിട്ട്, അവരുടെ സന്തോഷത്തിലേക്ക് വരാനായിട്ട് അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു. ഓക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നേരം എപ്പോഴും മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഓരോരോ സോങ്സും നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് അവരിൽ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങളോട് പറയാണ്. മ്യൂസിക്കുമായിട്ട് ഒത്തിരി കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ് പലർക്കും. ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ്. ഓക്കെ. ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം നിങ്ങളുമായിട്ട്. പുതിയൊരു റിലേഷൻഷിപ്പ് തന്നെ, വളരെ സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു സോ മെനി തിങ്സ്. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ സാമീപ്യമാണ് അവർക്കിപ്പോൾ മിസ് ചെയ്യുന്നത്. ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം എനർജിയാണ് എന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ് യു. ഓക്കെ. അത്രമാത്രം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. യു വെയർ റോങ്. ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ അവരെ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്ന് ഉള്ളൊരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മേ ബി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം ഈ ഒരു സെപ്പറേഷനിൽ ഒരു റീസൺ ആയിട്ട് കാണുന്നതും. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ. നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതും. ആൻഡ് ഐ എം ട്രൈങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ്. ഓക്കെ. ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പോലും അവരുടെ ലൈഫിലുള്ള തടസ്സങ്ങളെ അവർ ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനോട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ.